ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെയുള്ള ചെറിയ എക്ട്രി കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ക്വൈലെക്സിൻ്റെ ട്രേ ആണ്. നമ്മളിവിടെ കാടമുട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രേ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ട്രേ വേണം. ഇത് വെച്ച് നമ്മൾ ഫ്ലവർ ബഞ്ചാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിന് മുമ്പ് നമ്മൾ കാർട്ടൺ വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പീസും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 പീസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 5 പെറ്റൽസിൻ്റെയോ അല്ലെങ്കിൽ 4 പെറ്റൽസിൻ്റെയോ ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിക്കാം. ഇതുപോലെ നമ്മൾ 4 പീസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡൊക്കെ നമുക്കൊന്ന് കർവ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലെ 4 പെറ്റൽസുള്ള ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 പെറ്റൽസിൻ്റെയോ അല്ലെങ്കിൽ 5 പെറ്റൽസിൻ്റെയോ ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പീസസും സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സ്ക്യൂവേഴ്സ് ആണ്. സ്ക്യൂവേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് പേപ്പർ സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് മേലെ ഞാൻ സാപ്പ് ഗ്രീൻ കളർ വെച്ച് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ സ്ക്യൂവേഴ്സിൻ്റെ ഷാർപ്പായിട്ടുള്ള എൻഡ് അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡില്ലേ അവിടെ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലവർ ഇതുപോലെ ഏറ്റവും ടോപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ഫ്ലവർ ഇതുപോലെ 2 സൈഡിലായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഫ്ലവറിൻ്റെ മിഡിൽ വരുന്ന രീതിയിൽ വേണം 2 സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ തൊട്ട് താഴെ വരുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ മിഡിൽ വരുന്ന രീതിയിൽ വേണം. ഇതുപോലെ നമുക്ക് ഓരോ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ക്യൂവറിൻ്റെ ഇത്രയും ലെങ്ത് വരെ ഞാൻ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ 2 എക്സ്ട്രാ യൂസ് ചെയ്തിട്ടാട്ടോ ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഫ്ലവേഴ്സിലേക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് പതുക്കെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ 2 കോട്ട് പെയിൻറ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ടിപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഫ്ലവേഴ്സും ഞാനിതുപോലെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ബാക്കി 3 നമ്മളിപ്പോൾ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് കൂടെ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒറിജിനൽ ഫ്ലവേഴ്സ് പോലെ തന്നെയാണ് കാണാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടാണ് ഇത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തതെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിൽ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.